അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾക്ക് സമ്പത്തുണ്ട്, വരുമാനമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മുടെ ഭാര്യയും മക്കളൊക്കെ വളരെ ദാരിദ്ര്യാവസ്ഥയിലും ബുദ്ധിമുട്ടും ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. അവരെ ദുർബലരാക്കി അവശരാക്കി നമ്മൾ പോകാൻ പാടില്ല. ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, അയാൾക്ക് വലിയ വലിയ വിദേശ ബാങ്കുകളിൽ അക്കൗണ്ടുള്ള വളരെ വലിയ സമ്പന്നനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമ്പത്തുക്കൾ യഥാർത്ഥത്തിൽ അയാളുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒന്നും ഉപകാരപ്പെട്ടില്ല. ഇടക്കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അതിന് പുറത്തു കൊടുക്കട്ടെ. ആ മരണത്തോടു കൂടെ ആ സമ്പത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോയി. കാരണം അത് അയാൾ തൻ്റെ അനന്തരാവകാശികൾക്ക് ബന്ധുക്കൾക്ക് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അത് കൈകാര്യം ചെയ്യുവാനുള്ളൊരു അധികാരമോ ഒരു സൗകര്യമോ യഥാർത്ഥത്തിൽ അവർക്കാർക്കും അദ്ദേഹം നൽകുകയുണ്ടായില്ല. അതുകൊണ്ട് വളരെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ആ വ്യക്തിയുടെ അനന്തരാവകാശികൾ മറ്റുള്ളവരോട് യാചിച്ച് ജീവിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതൊക്കെ എത്ര ഗുരുതരമായ വീഴ്ചയാണെന്ന് ആലോചിക്കുക നിങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിലായി ഒരു സഹോദരി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഭർത്താവിനെ ഒന്ന് ഉപദേശിക്കണമെന്നാണ്. എന്താണ് ഭർത്താവിൻ്റെ പ്രശ്നം? ഭർത്താവിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ഗൾഫിലാണ്. അത്യാവശ്യം നല്ല വരുമാനങ്ങളുണ്ട്. അപ്പോൾ ഈ വരുമാനങ്ങൾ എന്തു ചെയ്യും? അയാൾക്ക് പണമുണ്ടാകുമ്പോൾ അത് അയാളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അത് മുഴുവൻ അയാളിൽ നിന്ന് വാങ്ങും. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ഷോപ്പ് പണിയാം എന്ന ഒരു അഭിപ്രായത്തിൽ എടുക്കുന്നു. അങ്ങനെ ഒരു വലിയ സംഖ്യ അയാൾ കൊടുക്കുന്നു. പലപ്പോഴും ആളുകൾ വന്ന് ബന്ധുക്കൾ വന്ന് അദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തി, നീ വിചാരിച്ചാൽ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാളിൽ നിന്ന് കടം വാങ്ങും. എന്നിട്ട് പിന്നെ തിരിച്ചു കൊടുക്കില്ല. അയാൾക്ക് ചോദിക്കാൻ മടിയാണ്. അപ്പോൾ ബന്ധുക്കളോ കുടുംബങ്ങളോ ബ്രദേഴ്സോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുക, ചെയ്യാതിരിക്കാനൊക്കെ കഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പണം എവിടുന്നെങ്കിലും വരാനുണ്ടെങ്കിൽ, ശമ്പളം കിട്ടുകയാണെങ്കിൽ അതിനൊരു വകുപ്പ് ബന്ധുക്കൾ ഉണ്ടാക്കും. അങ്ങനെ അയാളെ കൊള്ളയടിച്ച് സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അയാളുടെ ഭാര്യയും കുട്ടികളും ആലോചിക്കുന്നത്, ഞങ്ങൾ എന്തു ചെയ്യും? ഒരു വീട് ഞങ്ങൾക്കില്ല, ഭാവിയിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗമില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ വീട് വിട്ടിറങ്ങി യാചിക്കല്ലാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥാവിശേഷമാണ്. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഞങ്ങളെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് അദ്ദേഹത്തിന് ഭയങ്കര പ്രകോപനമാണ്, പ്രയാസമാണെന്ന് വേണം. ഇവിടെ ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമ്പത്തിന് ഏറ്റവും അവകാശപ്പെട്ടത് ആരാണ്? നാം സംരക്ഷിക്കേണ്ട ആളുകളാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്കാണ്. അവിടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യകർമ്മമാണ്. അതിന് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഏറ്റവും സ്വീകാര്യമായ സദക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ നിരാലംബരാക്കി, അവരെ ദരിദ്രരാക്കി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ആളുകളെ തൃപ്തിപ്പെടുത്താനാണ് അതൊക്കെ കൊടുക്കുന്നത് എങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അവർ കൊടുത്തതിന് മുഴുവൻ തള്ളി പറയും, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ആളുകളോട് നമ്മൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കണ്ടേ, കുട്ടികളെ നോക്കണ്ടേ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ അവിടെ ഇല്ലാതെ, എങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കാതൊക്കെ എന്നാണ് അവർ മറുപടി പറയും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്കും പദ്ധതികൾ ഉണ്ടാക്കാം. നിങ്ങളുടെ മക്കൾക്ക് വീടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഉടനെ നിരന്തരമായി നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങുന്ന ആളുകളോട് പറയുക, ഒരു വീട് പണി തുടങ്ങാൻ പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ തരുമുണ്ടോ, കടമായിട്ടായാലും മതി, പിന്നെ തിരിച്ചുതരുമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട് പണിയിലേക്ക് നീങ്ങി എന്നുള്ളത്. പിന്നെ ഒരിക്കൽ വിളിച്ച് അവരെന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ പറയേണ്ട, അഡ്വാൻസ് ആയിട്ട് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് പിന്നെ പണം ചോദിക്കുമ്പോൾ ഏതായാലും ഇപ്പോൾ വീട് പണി തുടങ്ങി, കുറച്ച് പൈസ അതിനൊക്കെ ഇറങ്ങേണ്ടതുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് കഴിയും, അപ്പോൾ നമ്മുടെ ആ പൈസയിലേക്ക് ഇങ്ങനെ പോകും. അവർക്കൊരു പ്രശ്നമില്ല, നമ്മൾ വീട് പണി അതുകൊണ്ടാണ് കൊടുക്കാത്തത്. മനസ്സിലായി? ഇനി നിങ്ങളുടെ മക്കൾ, അവർക്ക് ഭാവി പഠനത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോളൂ,
ഒരു സംഖ്യ അവരുടെ പേരിൽ എന്ത് ചെയ്യും, പലിശയൊന്നുമില്ലാത്ത ഏതെങ്കിലും അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റും, നിക്ഷേപിച്ചോളൂ. അവർക്കൊരു സമാധാനമാണ്. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കോളും. എന്തായിരുന്നാലും വരുമാനമുള്ള ആളുകൾ തങ്ങളുടെ കുടുംബങ്ങളെയും തങ്ങളെ ആശ്രയിക്കുന്നവരെയും തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരെയും പട്ടിണിയാക്കി യാതൊരു ആവശ്യവുമില്ലാതെ സ്വന്തം കയ്യിൽ നിങ്ങളെപ്പോലെ പണമുള്ള സൗകര്യമുള്ളവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയും അതിനെയൊക്കെ നമ്മളൊരു കുടുംബബന്ധമായി ഒരു വിശാല മനസ്സായി സദക്കയായി ഒന്നും വിലയിരുത്തുന്ന അർത്ഥമില്ല. എത്രമേൽ വളരെ മനപ്രയാസമായിരിക്കും നിങ്ങൾക്ക് പണമുണ്ടായിട്ടും അത് ലഭ്യമാകാതെ അത് നിങ്ങൾ അന്യായമായ വഴിക്ക് ചെലവഴിച്ച് കളയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എത്ര ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തീർച്ചയായും അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല.